3 മണിക്ക് മയ്യത്തെടുക്കും. അപ്പോഴേക്കിൻ്റെ ആ പൈതലിൻ്റെ മോള് 4 മാസമാണ്, 10 മാസം ചുമന്നിട്ടേ 4 മാസമാണ് എൻ്റെ മോള് ജീവിച്ചത്. എൻ്റെ മോൾക്കൊരു ഉമ്മ വെച്ചിട്ട് ആ മയ്യത്ത് കൊണ്ടുപോയി സാറേ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പൊന്നാനിയിൽ ഫാത്തിമ എന്ന് പേരുള്ള യുവതിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഭർത്താവ് മുഹമ്മദിനെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇവൻ ആ കൃത്യം ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചു. വളരെ വിചിത്രമായ സ്വഭാവം. ഇവൻ ആ ഭാര്യനെ രാത്രി 11 മണിക്ക് സംസാരിക്കാനാന്ന് പറഞ്ഞിട്ട് ആ കടപ്പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവൾക്ക് ആരോടോ ബന്ധമുണ്ടെന്നുള്ള സംശയം. ഫോൺ ഉപയോഗം, അതാണ് പ്രശ്നം. ആരോടോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തമ്മിൽ സംസാരമായത് വഴക്കായി അങ്ങനെ തീർത്ത് കളഞ്ഞിട്ട് ഇവൻ ആ പാതിരാത്രിയിൽ ഉറങ്ങുന്ന കുട്ടീൻ്റെ അടുത്ത് കൊടുത്തിട്ട് അന്ന് കളഞ്ഞ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഇവൻ അവിടെ കിടന്ന് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോഴാണ് കുട്ടി കരഞ്ഞത്. കുട്ടി കരഞ്ഞപ്പോൾ സീന് മാറുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവന് വേഗം കുട്ടീനെ ഉമ്മാൻ്റെ കയ്യിൽ കൊണ്ടെടുത്തു. അപ്പോൾ ചില കുറുക്കന്മാർ വരുന്നുണ്ടോ. അപ്പോൾ ഇവൻ ചെയ്തതെന്താണ്, ഇവളുടെ തലയൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോതിച്ച് അതൊക്കെ ഇട്ട് മൂടി, മുഴുവൻ ബോഡിയും മൂടാൻ പറ്റില്ല, നായക്കള് കുറുക്കന്മാരൊന്നും എടുക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് ഇവന് കുട്ടീനെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഓളോടുക്ക് പോയി എന്നും പറഞ്ഞിട്ട് കുട്ടീനെ, ഏത് ഈ 4 മാസം പ്രായമായ കുട്ടീനെ, എന്നിട്ട് ഇവൻ നേരെ പോയിട്ട് സുബിയൊക്കെ നിസ്കരിച്ചിട്ട് വലിയ ദുഴക്ക നടത്തിയിട്ടാണ് ഇവൻ പരപ്പരങ്ങാടിക്ക് വിട്ടത്. എന്നാലും അവനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഈ കൃത്യം നടന്നിടത്ത് കൊണ്ടുവന്നപ്പോൾ പടച്ചോനെ, ആ ഒരു പെൺകുട്ടി ഫാത്തിമയുടെ പലമുറയിട്ട് നെഞ്ച് തകർന്നൊരു മനുഷ്യൻ ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നത്. 3 മണിക്ക് മയ്യത്തെടുക്കും. അപ്പോഴേക്കിൻ്റെ ആ പൈതലിൻ്റെ മോള് 4 മാസമാണ്, 10 മാസം ചുമന്നിട്ടേ 4 മാസമാണ് എൻ്റെ മോള് ജീവിച്ചത്. എൻ്റെ മോൾക്കൊരു ഉമ്മ വെച്ചിട്ട് ആ മയ്യത്ത് കൊണ്ടുപോയി സാറേ. എൻ്റെ വീട്ടിലെത്തിക്കളഞ്ഞ ആ കുഞ്ഞനെ അവനെ. ഇവൻ എന്താണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നതിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ, ഇവളുടെ ഫോൺ വിളികൾ, ഇവൾക്ക് ആരോടോ ബന്ധമുണ്ടെന്നുള്ള സംശയം. ഇവളുടെ വീട്ടിലും ഇവൻ്റെ വീട്ടിലുമാണ്. അങ്ങനെ അടിയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അവസാനം ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമായപ്പോൾ ആ സംശയം ഇല്ലാതാക്കുന്നതിന് പകരം അത് തമ്മിൽ അടിയായി. പോലീസ് ഇടപെട്ട് സംസാരിച്ച് തീർത്ത് വിട്ടതാണ്. എന്നാലും ഇവളുടെ വീട്ടിൽ വന്നിരുന്നത്. പക്ഷേ എപ്പോഴും ഇവളെ ഇടയ്ക്ക് വിൽക്കാൻ ചെല്ലും, സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ബൈക്കുമ്പിലൊക്കെ പോയി കറങ്ങും. എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. അങ്ങനെ പോയതാണ് ഈ ദിവസം. അങ്ങനെ രാത്രി 11 മണിക്ക് ഒരു കർമ്മ റോട്ടിലൊക്കെ ഒന്ന് പോയി. എന്നിട്ട് വന്ന് ഈ കടപ്പുറത്ത് വന്ന് ഇത് സംസാരിച്ച് ഈ ഫോൺ വിളിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായി. ആ പ്രശ്നങ്ങളാണ് ഒടുവിൽ വഴക്കായിട്ടില്ല. അത് അവളെ തീർത്ത് കളയാനിച്ചിട്ട് വന്നതല്ല. എന്നിട്ട് ഇവൻ പോയിട്ട് നിസ്കരിച്ചിട്ട് പരപ്പരങ്ങാടി പോയിട്ട് ജീവൻ കൊടുക്കാണ്. ഭയങ്കര കരച്ചിലായി. അങ്ങനെ ഇനിയിപ്പോൾ അവിഹിതം ഉണ്ട്, വേറെ ആരോടൊരു എക്സ്ട്രാ മാറ്റിൽ അഫെയർ ഉണ്ട് തോന്നുകയാണെങ്കിൽ അതിന് ചെയ്യേണ്ടുന്ന പരിപാടി ഇതല്ലല്ലോ. ആ കുഞ്ഞില്ലേ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. ഇവിടെ ഉമ്മയും വാപ്പയും നമ്മളെ പ്രസവിച്ചത് ഇയാളെ കണ്ടിട്ടോ അയാളെ കണ്ടിട്ടോ അല്ലല്ലോ. ഇത് എവിടെ നോക്കിയാലും ഇതേ കേസ്. ഇന്നലെ തന്നെ ഉണ്ണിമായ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു സ്ത്രീനെ ഭർത്താവ് ഇങ്ങനെ തീർത്ത് കളഞ്ഞു. അതിന് അവർ പറഞ്ഞ ന്യായം എന്താണ്, സംശയരോഗമാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ഭാഗത്ത് ആറ്റിങ്ങലിൽ വിഷ്ണു എന്ന് പേരൊരു അധ്യാപകൻ സ്വന്തം ഭാര്യ ഇങ്ങനെ തീർത്ത് കളഞ്ഞത്. അതിനും അവർ പറഞ്ഞ പേരെന്താണ്, സംശയരോഗം. ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലതിലും സംശയരോഗമല്ല ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു അമേയ എന്ന് പേരുള്ള ഒരു സ്ത്രീനെ കൊന്നില്ല ആ കുടുംബക്കാർ പറയണ കാര്യങ്ങൾ. ആ സ്ത്രീക്കൊരു ബന്ധമുണ്ട്. അവർ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവനക്ക് വിവാഹം കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല, നേരത്തെ അറിയാം. അത് ഇവൻ്റെ സ്വന്തം ശിഷ്യയാണ്. ഇവൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനിയാണ് അവൻ്റെ ഭാര്യയായിട്ട് മാറിയത്. പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഇവൾക്ക് പിന്നീട് കുട്ടിനെ വേണമെന്നായി. ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യുകയോ മറ്റോ വേണമെന്നായി. അതിനെ ചൊല്ലിയുള്ള വഴക്കുകളായി. ഇതിനിടയ്ക്ക് ഈ പൂച്ച ഇവൾക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഈ പൂച്ചക്ക് ഫുഡ് കൊണ്ടുവരേണ്ട ബന്ധം ഉണ്ടായത്രേ. അവരെ കുടുംബക്കാരെന്നെ പറയുന്ന കാര്യങ്ങളാണ്. ആ ബന്ധം ഇവർ കണ്ടുപിടിച്ച് ആ കുടുംബം പറയുന്ന കാര്യങ്ങൾ കേട്ടോക്ക്. അൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയ് ആണ്. അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവുമോ? വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ച് കാലം എന്തോ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചു. വിഷ്ണു ചോദിക്കുന്നു. അവള് എഗ്രി ചെയ്യുന്നു. അവൾ എന്തൊക്കെ ചോദിച്ചു? നിങ്ങൾ ശരീരമായിട്ട് ബന്ധപ്പെട്ടു? അതൊക്കെ അവന്റെ സുഹൃത്താണ്, എൻ്റെ അടുത്താണ് ഇവയെല്ലാം റിവീൽ ചെയ്തത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഭാര്യയോട് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്? അത് അറിയില്ല. പക്ഷെ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ,
ഡെസ്പായപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് പറയുന്നത്, ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതില്ലേ അങ്ങനെ അവൻ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പലതും നോക്കിയില്ലേ? അവൻ ഒരാളുടെ കൂടെ കിടന്നിട്ട് പോലും അയാൾ സഹിക്കാൻ ശ്രമിക്കാൻ ഓൺലൈൻ വഴിയുള്ള ബന്ധമായിരിക്കാമോ? എന്തായാലും വിഷ്ണു അറിയാലോ ആളെ. അവർ ഈ പൂച്ച വളർത്തുന്നുണ്ടല്ലോ, പെർഷ്യൻ ക്യാറ്റും മറ്റേ അതിൻ്റെ ഫുഡ് ഡെലിവറി അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് വന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവളുടെ മുമ്പിൽ എഴയുകയാണ് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവൻ ചെയ്യും. നിങ്ങൾ ഒരു ആ റൂം ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു വീട് ചെയ്യേണ്ട പൈസ മൊത്തം അതിനകത്ത് ഫർണിഷിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റികൾ കാര്യങ്ങൾ എല്ലാം ആണ്. അവനെ സംബന്ധിച്ച് അവളൊരിക്കലും വിട്ടുപോകുന്നത് അവനെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അവനുള്ള ലോകമാണ് അവൾ വരയ്ക്കുന്ന വര, അതിൻ്റെ അപ്പുറമൊന്നും അവൻ ഇതുവരെയും പോയിട്ടുമില്ല, പോകത്തുമില്ല. അതായിരുന്നു ഞാൻ ഈ സംഭവത്തിനും ഒരു 3-4 ദിവസത്തിന് മുമ്പേ ഞാൻ കണ്ടതാണ്. ഇവർ രണ്ടുപേരും ഫാമിലിയായിട്ട് കാറിൽ ഒരു ഫംഗ്ഷൻ ഡോഗിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയാണ്. രാത്രിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ ഇവൾക്ക് വേണ്ടി തന്നെയാണ് ഇത് വണ്ടി കയറ്റി ചിലപ്പം 11 മണിയുടെ ക്ലാസ് എടുത്തിട്ടായിരിക്കും ഇവൻ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റിന് പോകുന്നത്. മൃഗങ്ങളെ പോലും ഇഷ്ടപ്പെടാത്ത ഒരാൾ മൃഗങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി അവരെ. ഇയാൾ എന്തെങ്കിലും കാണാൻ പാടുള്ള സാഹചര്യം കണ്ടു കാണും അല്ല, അല്ലെങ്കിൽ പിന്നെ ഇത്ര ഷോക്ക് ഉണ്ടാവത്തില്ല. 1 മാസത്തോളമായി അവൻ പല കൗൺസിലിംഗ് കൊണ്ടുപോയി. പിന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അയാളെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് അയാളുടെ അടുത്ത് പറഞ്ഞു ഇത് പിന്തിരിയണമെന്ന് പറഞ്ഞു. ഇവന് വിടാൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യം. പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗൾഫിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സ് മാറുമെന്നുള്ള രീതിയിൽ പാസ്പോർട്ടും വിസയൊക്കെ എടുത്തു പോകാനുള്ള ശ്രമം ഒക്കെ നടത്തി. അതിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവനെ കണ്ടു അത് അവൾ മാത്രം പോകാനൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നു. പല ശ്രമം നടത്തും. അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഞാനല്ല, ഇതെല്ലാം അവൻ്റെ കൂട്ടുകാരനാണ് പറയുന്നത്. കാരണം നമ്മളെടുത്ത് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാമിലി ലൈഫ് ഫെയിലിയർ ആയെന്ന് നമുക്ക് കാണിക്കാൻ അവനൊരു മടിയുണ്ടായിരിക്കും സഹോദരന്മാരുടെ അടുത്തേക്ക്. അവൻ്റെ കൂട്ടുകാരുടെ അടുത്താണ് അവെല്ലാം റിവീൽ ചെയ്തത്. അതായിരുന്നു. ഇങ്ങനെ ആളാരാന്നല്ല നിങ്ങൾക്ക് സൂചന കിട്ടിയില്ല? ഒന്നും ആയിട്ടില്ല, നമുക്കൊരിക്കലും തെളിവില്ല. സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട ആരായിരിക്കാം? കൂട്ടുകാരോട് പറയണോ? അതാണ് പരിചയപ്പെട്ടതാണ്. പിന്നെ ഈ പൂച്ചയുടെ ഫുഡ് ഡെലിവറിക്കും ഈ പൂച്ചയെ നോക്കാനൊക്കെ വരുന്നതൊക്കെ അങ്ങനെയാണ് പരിചയപ്പെട്ട ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ശരിക്കൊരു എക്സ്ട്രാ മാറ്റിൽ അഫെയർ ഉണ്ട്. അത് സഹിച്ചുകൊണ്ട് നിന്നിരുന്നതാ. അങ്ങനെ സഹികെട്ടിട്ടാണ് ഇയാൾ ഈ കൃത്യം ചെയ്തത്. പല കേസുകളിലും നമ്മൾ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മൊബൈൽ ഒരു വില്ലനായിട്ട് മാറുക. നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരാൾക്ക് വിളിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു അമിതമായ ഒരു സൗഹൃദം ഉണ്ടാക്കി വെക്കേണ്ട ഒരു ആവശ്യം എന്തിനാണ്? നമുക്കൊരു പബ്ലിക് ലൈഫ് ഉണ്ട്. ആ പബ്ലിക് ലൈഫാണ് പൊതുജനം അറിയണത്. ഇയാൾ നല്ല ആളാണ്, മറ്റാൾ മറിച്ചാളാണ്. പബ്ലിക്കിൽ നമ്മളൊക്കെ മാന്യന്മാരാണല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര മോശക്കാരാണെങ്കിലും മാന്യന്മാരാണ് നടക്കാം. പിന്നെ നമുക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട്. ആ പ്രൈവറ്റ് ലൈഫ് എന്താണ്? അത് കൂടെ കിടക്കണോ എനിക്കറിയാം. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ യഥാർത്ഥ ലൈഫ് അറിയാം, എൻ്റെ ഭാര്യയ്ക്കറിയാം, ഭാര്യ എനിക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. അപ്പോൾ ഈ പ്രൈവറ്റ് ലൈഫ് നന്നാക്കുമ്പോഴാണ് വീട്ടിൽ നല്ല വാപ്പയും ഭർത്താവിന് നല്ല ഭാര്യയും ഭാര്യയ്ക്ക് നല്ല ഭർത്താവും ആവുള്ളൂ, ഉമ്മാക്ക് നല്ല മോനൊക്കെ ആവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ സീക്രട്ട് ലൈഫ് ഉണ്ട്. അവിടേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം. എന്തിനാണ് നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കുന്നത്? എന്തിനാണ്? അത് അവരെ ദൈവമായി പടച്ചവനായി അങ്ങനെ കരുതിയാൽ മതി. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലേക്ക് മൊബൈലിലൂടെ വരുന്ന ഈ സൗഹൃദങ്ങൾ, അനാവശ്യമായ ചാറ്റിങ് സൗഹൃദങ്ങളാണ് പലപ്പോഴും കുടുംബം ഇല്ലാതാക്കുക. ഇപ്പം ആ മുഹമ്മദിന് ആര് പോയി? ഭാര്യ പോയി, കുഞ്ഞ് പോയി, കുടുംബം പോയി. ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ നമ്മളിങ്ങനെ നോക്കിയിരുന്ന് വെക്കലല്ല. പറയുമ്പോൾ നിയമപരമായിട്ട് തെറ്റാണ്, പക്ഷേ അവിടെ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നൊരു സിസ്റ്റം വരണം. ഇത് ചെയ്താൽ അപ്പം തന്നെ എൻ്റെ ജീവൻ പോകും എന്നുള്ള അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഇപ്പം ഞാൻ ദേഷ്യം പിടിച്ച ഒരാളെ തീർത്ത് കളയുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് തീർത്ത് കളഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നുമ്പോൾ പിന്നെ ചെയ്യൂല. ഇതെന്താ ചെയ്യുന്നത്? നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് ജയിലിൽ തീറ്റിപ്പോറ്റുന്നതുണ്ട് എന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ദേഷ്യത്തിൽ നമ്മൾ ചെയ്യുക. സ്വന്തം പങ്കാളിക്ക് ഇത്തരം ഇതുണ്ട് എന്നുണ്ടെങ്കിൽ തീർത്ത് കളയലല്ല വേണ്ടത്, മറിച്ച് രണ്ടായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക വേണ്ടത്. ഇപ്പം പെൺകുട്ടീനെ ശരീരമൊക്കെ നായ കടിച്ച് വലിച്ച് ഒരു മനുഷ്യ ശരീരം കാണാൻ കൊള്ളാത്ത രീതിയിലാണ് ആ കടപ്പുറത്ത് കിടന്നിരുന്നത്. അത്രയും ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ ദാമ്പത്യം എന്നുള്ളത് സുതാര്യവും പരസ്പര വിശ്വാസവും വേണം.
അതില്ലേ, അത് തീർന്നു. മനുഷ്യർക്ക് ഇന്ന് 50 പൈസക്ക് വേണ്ടി വരെ ആളുകളെ കൊല്ലുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. സംശയരോഗം എന്ന് പറഞ്ഞാൽ അധിക്ഷേപിച്ചാൽ മാത്രം പോരാ, ആ സാഹചര്യത്തിലേക്ക് ആ കുടുംബത്തെ എത്തിക്കാൻ തൻ്റെ കയ്യിൽ എന്താ പങ്കെന്നും കൂടി ആലോചിച്ച് നോക്കുക. ഞാൻ നിർത്തൂല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിളിക്കും, ഈ ആരാന്ന് ചോദിക്കുന്ന മനോഭാവമാണ്. ആ ഒരു പ്രശ്നമാണ്. ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ നാട്ടിൽ നിന്ന് കോടികൾക്കപ്പുറം വിലമതിക്കുന്ന ഒരു വലിയ രത്നം ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ആ രത്നം ഏതാണെന്നുള്ളത് ഞാൻ ചില ക്ലൂ തരാം. ഇത് ഒരു 13-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തെലങ്കാനയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട, ഖനനം ചെയ്തെടുക്കപ്പെട്ട വളരെ വലിയ മൂല്യമുള്ള, കോടികൾക്കപ്പുറം മൂല്യമുള്ള ഒരു രത്നമാണ്. ആ രത്നം പിന്നീട് പേർഷ്യൻ ഭരണാധികാരി, മുഗളന്മാരുടെ കയ്യിലുണ്ടായി. പിന്നെ പേർഷ്യൻ ഭരണാധികാരികളിലൊക്കെ ഇങ്ങനെ ഓരോ ഭരണകൂടങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അവരുടെ അടയാളമായിട്ട് ആ രത്നം ഉണ്ടായിരുന്നു. പിന്നീട് അത് സിഖ് രാജാവിൻ്റെ കയ്യിൽ, അങ്ങനെ 1800-കളിലൊക്കെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ, അന്നത്തെ ആ ഭരണാധികാരി ഏതോ ഒരു ചെറിയ പ്രായപൂർത്തിയാവാത്തൊരു കുഞ്ഞൻ, അവരെ പറ്റിച്ചിട്ട് ബ്രിട്ടീഷുകാർ ആ രത്നം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവരത് അവിടുത്തെ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു. പിന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ എന്താക്കി, ആ രത്നം പതിപ്പിച്ചു. ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ആ രാജ്ഞിയുടെ കിരീടത്തിൽ ആ രത്നമുണ്ട്. രത്നം ഇന്ത്യക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ പരിഗണിച്ചിട്ടില്ല. ഏതാണ് കോടികൾ വിലമതിക്കുന്ന, ഇത്രയും അധികം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഈ രത്നം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2-3 ക്ലൂ തരാം. അതിലേതാണെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. 1 കോഹിനൂർ രത്നം, 2 മയൂര രത്നം. ഇതിലേതാണ് ശരിയെങ്കിൽ ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.